ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവാസ് മമ്മ വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ഈസി റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് കേക്ക് മോൾഡിന്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലുള്ള ഫ്രൈങ് പാൻ ആയാലും മതി. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ ഒന്ന് വിതറിട്ട് കൊടുക്കാം. ഒരു ബേസ് പോലെ ഷുഗർ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ എടുത്ത 2 ബനാന ആണ്, നേന്ത്രപ്പഴം. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബനാന വെച്ച് കൊടുക്കുക. നിങ്ങളുടെ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ലെയർ അയച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക. എനിക്കിവിടെ ഒരു ബനാനൻ്റെ ആവശ്യം മാത്രം വന്നിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ലെയറിൻ്റെ ആവശ്യമുണ്ട്. അതിന് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. മൈദ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആട്ട ചേർത്താലും മതി, ഗോതമ്പ് പൊടി ചേർത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക, അപ്പക്കാരം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില എസൻസ് ആണ് ചേർത്തത്. 2 ഏലക്കായ ചേർത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് പാലാണ്. അത് 3 തവണയായിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതെ വേണം ഇത് നമുക്ക് കിട്ടാൻ. അധികം ലൂസായിട്ടുള്ള ബാറ്റർ അല്ല വേണ്ടിയത്, കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്റർ ആയിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടിയത്. അധികം ലൂസായി പോവാതെ ശ്രദ്ധിക്കുക. ഇതുപോലാണ് വേണ്ടിയത്. ശേഷം നമുക്ക് ഈ ബനാനയിലേക്ക് ഒന്ന് നെയ്യൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ അവസാനത്തെ ലെയറായ ഈ ബാറ്റർ ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇത് കാണുമ്പോൾ കുറേ ടഫായിട്ടുള്ള മാതിരി തോന്നെങ്കിലും നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതൊക്കെ. വൈകുന്നേരത്തെ ചായക്കൊക്കെ പറ്റിയ ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് നെയ്യ് തടവി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. നല്ലോണം ഒന്ന് അടിച്ച് വെക്കണം. എന്നിട്ട് ഞാനിവിടെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇതുപോലാണ് വന്നത്. ഒന്നും വെന്തിട്ടില്ല. നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഫോർക്കൊന്ന് വെച്ച് ഒന്ന് കുത്തി നോക്കി, നല്ലോണം വെന്ത് വന്നു. ഇനി നമുക്കിതൊന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്, അടിഭാഗമാണിത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ പറയുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.